എത്ര സമയമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? വല്ലാത്ത ട്രാഫിക്കാ. ഞാൻ വരെ 2 മണിക്കൂർ എടുക്കും. ഓക്കെ. ഷോക്കായി പോയോ സുഭലക്ഷ്മി? ഇറിറ്റേറ്റായി എന്റെ പൊന്നോ. ഇത്രയ്ക്ക് അങ്ങ് സ്നേഹിക്കല്ലേ. സ്വീറ്റ്സ് എനിക്കാ. നിന്റെ അച്ഛനെ സോപ്പിട ഇത് മാത്രമേ വഴിയുള്ളൂ. ഇതങ്ങ് വിട്ടെ. അച്ഛനും അമ്മയും തമ്മിലുള്ള സംസാരം ഇതുപോലെയാ. അപ്പൊ നീയായിരുന്നു അല്ലേ? എന്റെ അമ്മോ, ശനി ഭഗവാൻ മുണ്ടെടുത്തിറങ്ങി വരുന്നു. ഈ തെണ്ടിയുടെ മകളാണോ ഇത്? വല്ലവന്റെ മോളെ പോലും നിനക്ക് കല്യാണം കഴിച്ചുതരാൻ ഞാൻ സമ്മതിച്ചില്ല. പിന്നെയാണോ എന്റെ മോള്? സാറിന്റെ മകളായതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സാർ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ... നീ വരില്ല, അതെനിക്കറിയാം. ആനന്ദ് വളരെ നല്ലവനാ ഡാഡി. അച്ഛന്റെ അഭിമാനം കാക്കാൻ വേണ്ടി സ്വത്ത് മുഴുവൻ കൊടുത്തവനാ. ഈ വിഡ്ഢിത്തൊക്കെ കേട്ട് മോളങ്ങ് ഇംപ്രസ് ആവല്ലേ? ഞാൻ മാത്രല്ല, പല്ലവിയും കല്യാണം കഴിക്കാന്ന് പറഞ്ഞതാ. ഈ ന്യൂ ജനറേഷൻ പെമ്പിള്ളേര് മൊത്തം മണ്ടികളായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം. എടി, മനുഷ്യനായി ജനിച്ച നല്ല പോലെ സമ്പാദിക്കണം, നല്ല കാറ് വാങ്ങണം, വലിയ ബംഗ്ലാവ് വെക്കണം, അതിലൊരു ചുമരും കെട്ടി ദാ ഇതുപോലെ ഒട്ടിച്ചും വെക്കണം. നോക്കടാ അമ്മയുടെ ചായ. അടുത്ത മുറിയിൽ ഒരു ചായക്കപ്പ് വീണ് പൊട്ടിയിട്ടുണ്ട്. നിന്റെ തള്ളോട് അതൊന്നും എടുത്ത് വൃത്തിയാക്കാൻ പറ. ആ മോളെ, കം ടു ദ പോയിന്റ്. ആനന്ദിന് എന്തുകൊണ്ട് ഇഷ്ടമല്ല ഡാഡി? എന്താ അതിന്റെ കാരണം? ഇവന് കള്ളുകുടിയോ കഞ്ചാവ് പോലെയോ മയക്കുമരുന്നോ ശീലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മോളെ. ഏതെങ്കിലും റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി നമുക്ക് ശരിയാക്കായിരുന്നു. പക്ഷെ ഇവന്റെ ഈ അസുഖത്തിനുള്ള മരുന്ന് ലോകത്തോരെടുത്തില്ല. എന്ത് അസുഖം? നാട്ടുകാരെ കൊണ്ട് മൊത്തം അവനെ നല്ലവനെന്ന് വിളിപ്പിക്കണം. അനാഥരെയും അശരണരെയും സഹായിച്ച് അവസാനം ഇവൻ പിച്ചക്കാരനായി മാറും. സമീറ, എനിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ട്. നിന്റെ ഫാദറിനോട് വഴക്കുണ്ടാക്കാൻ നേരമില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്റെ കൂടെ വരാം. ഞാൻ കൂടെ കൊണ്ടുപോയിക്കോളാം. സബാഷ്. നിന്റെ തന്ത ചത്തുപോയെങ്കിലും അയാളെ ആരും കുറ്റം പറയരുതല്ലോ. പക്ഷെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴും നിനക്ക് എന്റെ മോളെ കൊണ്ടുപോകണം. ഇതാണോടാ നിന്റെ അന്തസ്? അല്ലെങ്കിലും നിനക്കൊക്കെ ആ പറഞ്ഞതുണ്ടോ? നിനക്ക് അറിയോന്ന് എനിക്കറിയില്ല. നിന്റെ തന്ത വലിയൊരു ഫ്രോഡായിരുന്നടാ. അയാൾ ഈ വാക്ക് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇയാളെ കൊന്ന് ഞാൻ ജയിലിൽ പോയനെ. നിന്റെ തന്തയെന്നല്ല, നിന്റെ അച്ഛൻ. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. അച്ഛനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഒരുപാടങ്ങ് അഭിമാനിക്കല്ലേ പൊന്നുമോനെ. നിന്റെ തന്ത എനിക്കൊരു 8ന്റെ പണിയും തന്നിട്ടാടാ പോയത്. എന്റെ അച്ഛനെ സഹായിക്കാൻ മാത്രമേ അറിയൂ, ആരെയും പറ്റിക്കറിയില്ല. ഞാൻ തെളിവില്ലാതെ ഒന്നും വിളിച്ചു പറയില്ല. ഇത് നിന്റെ അച്ഛൻ എനിക്ക് വിറ്റ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റാ. അന്ന് ഇത് 10 കോടി, ഇപ്പൊ ഇത് 50 കോടിയാ. പക്ഷെ ഈ ഡോക്യുമെന്റിന്റെ ഒറിജിനൽ ഇപ്പോ ദേവരാജൻ എന്ന് പറഞ്ഞ പരമനാരിയുടെ കയ്യിലുള്ളത്. അവന്റെ സൈറ്റിൽ അതിക്രമിച്ച് കയറി അവിടെ ബോർഡും വെച്ചിരിക്കുക. പ്രശ്നത്തിൽപ്പെട്ട സ്ഥലമല്ലെന്ന് ചോദിക്കാൻ ചെന്നപ്പോഴേക്കും നിന്റെ തന്ത അങ്ങ് പോയി. അവസാനം നിന്നെ വെച്ച് ഈ കാശ് മുതലാക്കാന്ന് വിചാരിച്ചാ അന്ന് നിന്റെ വീട്ടിൽ വന്നത്. സ്വന്തം അച്ഛൻ മരിച്ചപ്പോ ബസ് കയറി നാട്ടിൽ പോയ ആള് എന്റെ അച്ഛൻ മരിച്ചപ്പോ ഫ്ലൈറ്റ് പിടിച്ച് വന്ന എന്തിനാണെന്നും എന്നോട് IP ആവാൻ പറഞ്ഞ എന്തിനാണെന്നും അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്നാ നീയോ ഹരിചന്ദ്രനെ പോലെ സ്വത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഒന്നിനും കൊള്ളാത്ത ഷെയർ എനിക്ക് തന്നു. ഇനി നീ പറടാ, ഇത് തന്ന എന്നെ പറ്റിച്ച നിന്റെ തന്തയ്ക്കാണോ അന്തസ്, അതോ ഇതുവരെയും കാശ് തിരിച്ചു ചോദിക്കാത്ത എനിക്കാണോടാ അന്തസ്? ചെന്ന് പാർട്ടിയും കല്യാണവും ഒക്കെ നടത്തി കൊടുക്ക്. അപ്പന്റെ അന്തസ്സിനെ കുറിച്ച് ഇനി നീ മിണ്ടരുത്. ചത്തുപോയ നിന്റെ തന്തയെ തെറുകേൽപ്പിക്കാതിരിക്കാനല്ലേ നീ സ്വത്തൊക്കെ എഴുതി കൊടുത്തത്. ഇപ്പൊ ഞാൻ അയാളെ തെറി വിളിക്കാൻ പോവാ. നീ തിരിച്ചു തരുമോ? തിരിച്ചു തരുവോടാ? എന്റെ പണം തിരിച്ചു താടാ. തരാൻ പണം തരാൻ എന്റെ കയ്യിലില്ല, പക്ഷെ സ്വത്തിന്റെ പേപ്പർ ഞാൻ വാങ്ങിച്ചുകൊണ്ട് തരാം. പേപ്പർ വാങ്ങിച്ചുകൊണ്ട് തരാമെന്നോ? ആരുടെ കയ്യിലത് ഉള്ളതെന്ന് നിനക്കറിയാമോ? ദേവരാജൻ നാടാർ. അലക്കി തേച്ച ഷർട്ട് ഇട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവനല്ല ദേവരാജൻ. 21 ഗ്രാമങ്ങൾക്ക് കിരീടം വയ്ക്കാത്ത രാജാവ്. ആ ഗ്രാമത്തിലുള്ളവർക്ക് അവൻ ദൈവം. അവിടെയുള്ളവർ അവന് വേണ്ടി ജീവൻ വരെ കൊടുക്കും. ദേവരാജനെ എതിർക്കുവാൻ ഇന്നുവരെ അവിടെ ആരും വന്നിട്ടില്ല. വന്നാൽ തന്നെ ഒരുത്തനും തിരിച്ചു പോയിട്ടുമില്ല. അവന്റെ കോട്ടയ്ക്കകത്ത് പ്രവേശിക്കാൻ ഒരു ഈച്ച പോലും ധൈര്യപ്പെടില്ല. അങ്ങനെയുള്ള അവന്റെ വീട്ടിൽ കയറി നീ പേപ്പർ കൊണ്ടുവരുമെന്നല്ലേ? അവൻ ചിലപ്പോൾ അവിടുത്തെ രാജാവായിരിക്കും. അവന്റെ കോട്ടയ്ക്ക് ചുറ്റും കാവൽക്കാരുണ്ടായിരിക്കും.
എന്നാൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള കളങ്കം മാറ്റാൻ അവൻ ഏത് അസുരനായിരുന്നാലും അവൻ്റെ കോട്ട ഞാൻ പോയി തകർത്തിരിക്കും. പേപ്പേഴ്സ് ഞാൻ കൊണ്ടുവരാം. 4 ആഴ്ച കഴിയുമ്പോ ബാങ്കിൽ നിന്ന് ആ സൈറ്റ് വാല്യൂ ചെയ്യാൻ ആള് വരും. അതിനു മുമ്പ് നീ കൊണ്ടുവരൂ. കൊണ്ടുവന്നിരിക്കും. 4 ആഴ്ച എന്ന് പറഞ്ഞ 1 മാസം. ഇന്ന് തീയതി 21. അടുത്ത മാസം 20-ാം തീയതിക്കകം. ഇപ്പൊ സമയം 12 മണിയായി. 20-ാം തീയതി 12 മണി കഴിയുന്നതിന് മുമ്പേ ആ പേപ്പേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ എന്റെ മോളെ ഞാൻ തന്നെ നിനക്ക് കെട്ടിച്ചു തന്നേക്കാം. എന്റെ അച്ഛന്റെ ഫോട്ടോയിൽ മാലയിട്ട് തൊഴുത് ഒരു സോറി പറഞ്ഞാൽ മതി. സാറിന് പറയുന്നുണ്ടൊന്നും തോന്നരുത്. ഭാര്യയോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ചായക്കപ്പല്ല പൊട്ടിക്കേണ്ടത്, ആ ഭിത്തിയാണ് പൊട്ടിക്കേണ്ടത്.